بسم الله الرحمن الرحيم. قال رسول الله صلى الله عليه وسلم: كلوا الزيت وادهنوا به فإنه من شجرة مباركة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സൈത്തെണ്ണ ഭക്ഷണമായി ഉപയോഗിക്കണം, അത് നിങ്ങൾ എണ്ണയായിട്ടും ഉപയോഗിക്കണം. കാരണം അത് അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്ന് ഉണ്ടായിത്തീരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഭക്ഷണങ്ങൾ നമ്മളോട് കഴിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഖുർആനിലും അത്തരം ഭക്ഷണങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ പതിവാക്കുന്നത് നമ്മുടെ രോഗങ്ങൾ ഇല്ലാതാകുന്നതിനും ആരോഗ്യം ലഭിക്കുന്നതിനൊക്കെ കാരണമായിത്തീരും. അതിൽപ്പെട്ട ഒന്നാണ് സൈത്തെണ്ണ എന്ന് പറയുന്നത്. ഈ ഹദീസിൽ പരാമർശിക്കുന്നത് രണ്ട് ഉപയോഗം സൈത്തെണ്ണയ്ക്ക് ഉണ്ടെന്നാണ്. ഒന്ന് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുക, മറ്റൊന്നത് എണ്ണയായിട്ട് ഉപയോഗിക്കുക. അതിന് പ്രവാചകൻ പറഞ്ഞ കാരണം അത് മുബാറക്കായ അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്നാണ് ഇത് ഉണ്ടായിത്തീരുന്നത് എന്നാണ്. ഒലിവ് മരത്തിൽ നിന്നാണ് സൈത്തെണ്ണ ഉണ്ടാകുക. വിശുദ്ധ ഖുർആൻ 6 സ്ഥലങ്ങളിൽ ഒലിവെണ്ണയെക്കുറിച്ചും ഒലിവ് മരത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. സൂറത്ത് നൂറിൽ അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ ഉപമ പറയുന്നിടത്ത് പറഞ്ഞത് യൂഖദു മിൻ ശജറത്തിൻ മുബാറക്ക, അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്നാണ് ഈ സൈത്തെണ്ണ കത്തിക്കപ്പെടുന്നത് എന്ന് പറയുന്നത്. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു പറയുന്നത് വശജറത്തൻ തഖ്റുജു മിൻ തൂരി സൈനാ തംബുതു ബിദ്ദുഹ്നി വസബഹു ലിൽആകിലി. സീനാ പർവ്വതത്തിന്റെ ഭാഗത്തുണ്ടായിത്തീരുന്ന വൃക്ഷം, ആ വൃക്ഷത്തിൽ നിന്നൊരു എണ്ണ ഉണ്ടാകുന്നുണ്ട്. ആ എണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അത് നിങ്ങൾക്ക് എണ്ണ പുരട്ടുകയും ചെയ്യാം. ഇങ്ങനെ 6 സ്ഥലങ്ങളിൽ ഇതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 2 സ്ഥലത്ത് സൈത്തെണ്ണയെ കുറിച്ചും പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ബാരിക് ഫി സൈത്തി വസൈത്തൂൻ, അല്ലാഹുവേ ഒലിവ് മരത്തിലും ഒലിവെണ്ണയിലും നീ ബറക്കത്ത് ചെയ്യണമെന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. 70ഓളം പ്രവാചകന്മാർ ഒലിവെണ്ണയുടെ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ അവരുടെ വീടുകളിൽ, അവരുടെ പ്രദേശങ്ങളിൽ നട്ടുവളർത്തിയ വൃക്ഷമാണ് ഒലിമരം എന്ന് പറയുന്നത്. ഭൂമിയിൽ ആദ്യമായി മുളച്ചു വന്നത് ഒലിവ് വൃക്ഷമാണെന്നും നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായ പ്രളയത്തിന് ശേഷം ഭൂമിയിൽ ആദ്യം മുളച്ചത് ഒലിവ് വൃക്ഷമാണെന്നും ചില രേഖകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ സാധാരണ രോഗങ്ങൾ, പ്രത്യേകിച്ചും കൊളസ്ട്രോൾ കുറയ്ക്കാൻ അത് നല്ലതാണ്. സാന്ദ്രത കുറഞ്ഞ എണ്ണയാണ് ഒലിവെണ്ണ എന്ന് പറയുന്നത്. കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ നല്ലതാണ്, പിത്താശയ രോഗങ്ങൾക്ക് നല്ലതാണ്, ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്, തലച്ചോറിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇങ്ങനെയുള്ള ധാരാളം പ്രയോജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹദീസിന്റെ വിശദീകരണം നമുക്ക് കാണാൻ കഴിയും. എണ്ണയായിട്ട് അത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. രാത്രി കിടക്കാൻ സമയത്ത് കാൽപാദങ്ങളിൽ പുരട്ടുന്നത് നല്ലതാണ്. വെറും വയറ്റിൽ 1 സ്പൂൺ, മാക്സിമം 2 സ്പൂൺ അത് ഉപയോഗിക്കുന്നത് ദഹനശക്തി ഉണ്ടാക്കാനും ശരീരത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണെന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം ഉപയോഗങ്ങൾ വിശ്വാസം മുബാറക്കാണെന്ന് പറഞ്ഞ ഒരു എണ്ണയാണ്. ഇങ്ങനെ ധാരാളം ഭക്ഷണങ്ങളെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. സൈത്തൂനി, അവിടെ പറയുന്ന സൈത്തൂനിനെ കുറിച്ചാണ്. ഇതൊക്കെ നമ്മൾ പതിവാക്കിക്കൊണ്ട് നമ്മുടെ ഈ ചെറിയ ചെറിയ അസുഖങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു നമ്മുടെ രോഗങ്ങൾക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.